ഷക്വ എന്നൊരു വിഷയമുണ്ട്. എന്താണ് ഈ ഷക്വ? ആവലാതിപ്പെടലാണ്, സങ്കടപ്പെടലാണ്. ഒരു വിശ്വാസി ആരോട് ആവലാതിപ്പെടണം, ആരോട് സങ്കടപ്പെടണം, എങ്ങനെ സങ്കടപ്പെടണം? ഇന്നമാ അഷ്കു ബസ്രി വ ഹുസ്നി ഇലല്ലാഹ്. എൻ്റെ വിഷമം, എൻ്റെ വ്യഥ ഞാൻ അള്ളാഹുവിലേക്ക് മാത്രമാണ് ശിക്കായത്ത് നടത്തുന്നത്, ഞാൻ ആവലാതിപ്പെടുന്നത്. പക്ഷേ അള്ളാഹുവിലേക്കാണ് ആവലാതി ബോധിപ്പിക്കേണ്ടത്. അതെങ്ങനെ? അള്ളാഹുവിനോട് ആവലാതിപ്പെടുമ്പോൾ ആ ആവലാതി ഫലപ്രദമായി അർശിങ്കലെത്താൻ ചില രീതികളുണ്ട്. അത് പണ്ഡിതന്മാർ പറയാറുണ്ട്. അള്ളാഹുവിനോട് ആവലാതിപ്പെടുമ്പോൾ അത് അള്ളാഹുവിനോട് സ്വകാര്യമായിട്ടും രഹസ്യമായിട്ടായിരിക്കണം. നമ്മൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും അളവിൽ ഇങ്ങനെ ഒരു ശിക്കായത്തിൻ്റെ അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ആവലാതിപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ലേ, വായിക്കുന്നില്ലേ? കഫായ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. എങ്ങനെയാണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശിക്കായത്ത്? ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. വളരെ വ്യംഗ്യമായി പതിക്കെ പതിഞ്ഞ സ്വരത്തിൽ ഈ കംപ്ലൈൻറ്റ്, ഈ ഒരു ആവലാതി മറ്റാരും കേൾക്കാത്ത വിധം റബ്ബിനോട് സ്വകാര്യതയിൽ അവതരിപ്പിച്ചു സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ. അദ്ദേഹത്തിൻ്റെ അവതരണം നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ വർണ്ണിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഇതൊക്കെയും പതിഞ്ഞ സ്വരത്തിൽ അള്ളാഹുവിനോട് സ്വകാര്യതയിൽ അദ്ദേഹം നടത്തിയ സംഭാഷണം. ഇങ്ങനെയാണ് ശിക്കായത്ത്. വിഷമതകളിൽ, പ്രയാസങ്ങളിൽ നമുക്കിങ്ങനെ അള്ളാഹുവിനോട് മാത്രം ഒരു വിഷമം പറയുന്ന, സങ്കടപ്പെടുന്ന ഒരു സ്വകാര്യ സമയവും സ്വകാര്യമായ സംസാരം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയും, സദഖ നൽകുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് ശിക്കായത്ത് നടത്തുക. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ച് അള്ളാഹുവിനോട് ശിക്കായത്ത് നടത്തുക. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇസ്തിഗ്ഫാർ എന്താ? അത് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക് ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ള ഇസ്തിഗ്ഫാറാണ്. അത് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇസ്തിഗ്ഫാർ എന്നാണ് പറയുക. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക് ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ആവലാതിപ്പെടുമ്പോൾ അപ്പോഴാണ് മോക്ഷം, അപ്പോഴാണ് രക്ഷ. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ലഭിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫനജ്ജൈനാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഗമ്മിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഈ മൂഹാവസ്ഥ, സങ്കടാവസ്ഥ, വിഷമാവസ്ഥ, ടെൻഷൻ തലയിലേറ്റി മനസ്സിലേറ്റിയിട്ടുള്ള ഈ ഭാരിച്ച കാൽവെപ്പുകളുടെ അവസ്ഥ, അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. അത് അവിടെ തീരുന്നതല്ല. പിന്നെ വകദാലിക നുൻജിൽ മുഅ്മിനീൻ, വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തും അള്ളാഹിൻ്റെ വാഗ്ദാനമാണ്. പക്ഷേ ഈ ഒരു ഇസ്തിഗ്ഫാർ യൂനുസ് അത് നിർവഹിച്ച്, സദഖ നിർവഹിച്ച്, ദിക്റുകളെ വർദ്ധിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശക്വ നടത്താൻ, അള്ളാഹുവിലേക്ക് ശക്വ ഉയർത്താൻ, അതും സ്വകാര്യതകളിൽ, ആളൊഴിഞ്ഞിടത്ത്, നിശയുടെ നിഗൂഢതയിൽ, രാവിൻ്റെ മറവിൽ, നിസ്കാരത്തിലാണ് എങ്കിൽ സുജൂദിൽ, അള്ളാഹു ഏറ്റവും അടുത്ത് വർത്തിക്കുന്ന, ആരോരും ദൃഷ്ടി നമ്മുടെ നേരെ നോക്കാൻ അവസരമില്ലാത്ത നമ്മളുടെ സുജൂദിൻ്റെ സ്വകാര്യതയിൽ അള്ളാഹുവിലേക്ക് നമ്മൾ ശക്വ ഉയർത്തുന്നുവെങ്കിൽ, സഹോദരന്മാരെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ നനക്കാത്ത മോക്ഷത്തിൻ്റെ, രക്ഷയുടെ വഴികൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നിടും. മാത്രമല്ല, നമുക്കെന്താണോ ഖൈറ് അത് നമുക്കല്ല അറിയുക, അള്ളാഹ്ക്കാണ് അറിയുക. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് മോക്ഷം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. പിന്നെയോ, നമുക്കെവിടെയാണോ മോക്ഷം, എന്തിലാണോ മോക്ഷം, അത് അള്ളാഹ്ക്കാണ് അറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരപ്പെടുത്തും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിയുകയും ചെയ്യും. അതിനി ഏതൊരു നിലക്ക് നമ്മൾ വായിക്കുന്നു ആ നിലക്ക് ഒരിക്കലും ആയിക്കൊള്ളണം എന്നില്ല. അപ്പം നമ്മൾ ഈ വിഷമതയുടെ നാളുകളിൽ, ഈ കഷ്ടതയുടെ നാളുകളിൽ, പ്രയാസത്തിൻ്റെ നാളുകളിൽ അള്ളാഹുവിലേക്ക് ശക്വയുമായി ഒഴിഞ്ഞുകൂടുക. ശക്വയാൽ അള്ളാഹുവിലേക്ക് കണ്ണുകൾ നിറച്ചു നോക്കുക. നമ്മുടെ ശക്വയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സ് പിടച്ച് നമ്മൾ നമ്മുടെ വിഷയങ്ങളെ അവതരിപ്പിക്കുക. സദഖ വർദ്ധിപ്പിച്ച്, ദിക്റുകൾ വർദ്ധിപ്പിച്ച്, ഇസ്തിഗ്ഫാറിനെ വിശിഷ്യ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക് ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക, അവനെ ആശ്രയിക്കുക, അവനിൽ അവലംബിക്കുക. തവക്കുൽ അത് കൃത്യമാക്കുക. അള്ളാഹുവിലുള്ള നമ്മുടെ സിഖത്ത്, വിശ്വാസ്യത, യഖീൻ, ദൃഢബോധം, അതൊക്കെ നമ്മൾ കേമമാക്കുക, നന്നായി ധന്യമാക്കുക.